ഇവരെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ മർഗാനിസ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ് ബഹുമാനപ്പെട്ട അലക്സ് കൊല്ലംകുളം അച്ഛനാണ് എടുത്തത്. അദ്ദേഹത്തിന്റെ വളരെ ഗഹനമായ വളരെയധികം അറിവുകൾ നൽകുന്ന മാർ അപ്രൈമിനെ കുറിച്ചുള്ള ക്ലാസ് നമ്മൾ ശ്രവിക്കുകയായിരുന്നു. അനേകർ അതിന്റെ ഫീഡ്ബാക്ക് അപ്പം തന്നെ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട അച്ഛന്റെ ആ ക്ലാസ് തുടരണമെന്നുള്ള ഒരു അഭിപ്രായം പലരും പങ്കുവച്ചു. വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ വളരെയധികം തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം വളരെ സന്മനസ്സോടുകൂടി അതിന് തയ്യാറായി. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന മാർ അഫ്രഹാത്തിന്റെ വീക്ഷണത്തിൽ എന്നുള്ള ഒരു വിഷയമാണ് എടുക്കുന്നത്. മാർ അപ്രയമാണ് സുറിയാനി സഭ പിതാക്കന്മാരിൽ വെച്ച് എപ്പോഴും നമ്മൾ കേൾക്കുന്ന പേര്. മാർ അഫ്രഹാത്തിനെ പറ്റി നമ്മൾ അധികം അറിഞ്ഞുകൂടാ, എങ്കിലും അദ്ദേഹം വളരെയധികം കേൾക്കപ്പെടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടത്തപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സഭാപിതാവാണ്. നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങളിൽ ബഹുമാനപ്പെട്ട അലക്സ് അച്ഛന്റെ വാക്കുകൾക്കായിട്ട് കാതോർക്കാം. എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ മർഗാനിസ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അലക്സ് അച്ഛനെ പ്രത്യേകം സ്വാഗതം. ഓക്കെ, അനീഷച്ച പ്രത്യേകം നന്ദി. നമ്മള് കഴിഞ്ഞ ദിവസം മാർ അപ്രേമിന്റെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ദർശനങ്ങളാണ് കണ്ടത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ മാർ അപ്രേം എത്രത്തോളം പ്രസിദ്ധനായ അല്ലെങ്കിൽ എത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്ന സുറിയാനി സഭാപിതാവാണോ, ഏകദേശം അത്രത്തോളം തന്നെ സുറിയാനി സഭാപിതാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരാളാണ് മാർ അഫ്രഹാത്ത്. അതായത് നമ്മൾ സുറിയാനി സഭാപിതാക്കന്മാരെ കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ കാലാനുസൃതമായി ചിന്തിച്ചു, നമ്മൾ ക്രോണോളജിക്കൽ എന്ന് പറയുമല്ലോ, അതായത് ആദ്യം ഇന്നയാള് പിന്നെ ഇന്നയാളെന്ന് കാലാനുസൃതമായി ചിന്തിച്ചാൽ ഏറ്റവും ആദ്യത്തെ സഭാപിതാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് വ്യക്തമായി ചില രചനകളുള്ള, അതിനു മുമ്പും ചില രചനകളൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം പേരിൽ വ്യക്തമായി അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന രചനകളുള്ള ഒരു സഭാപിതാവാണ് വിശുദ്ധ അഫ്രഹാത്ത്, മാർ അഫ്രഹാത്ത്. അദ്ദേഹം 280 AD 280 ഏകദേശം AD 280 ജനിച്ച് AD 345 മരിച്ച ഒരു സഭാപിതാവാണ്. ആ കാലഘട്ടമാണ് അതായത് ഞാൻ ആ കാലം പറയാൻ വേണ്ടിയാണ് വർഷം ഉദ്ധരിച്ചത്. നമ്മൾ എഫ്രൈം പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം 306 മുതൽ 373 വരെ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനേക്കാൾ മുമ്പ്, അതായത് എഫ്രൈം പിതാവ് ജനിക്കുമ്പോൾ അഫ്രഹാത്തിന് ഒരു 26ഓളം വയസ്സുണ്ടാവണം. കാരണം 280 അദ്ദേഹം ജനിക്കുന്നത്, 345 ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോ അഫ്രഹാത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവാണ്. ആ സമയത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം. ആ സമയത്തെ പേർഷ്യൻ സാമ്രാജ്യം വളരെ ക്രൂരമായ മതപീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമയത്താണ് അഫ്രഹാത്ത് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം ഞാനൊന്ന് പരിചയപ്പെടുത്തുമായിരുന്നു. അദ്ദേഹം ജീവിച്ച സമയം, അതായത് 3-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗം മുതൽ 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയം. അദ്ദേഹം ജീവിച്ച സ്ഥലം പേർഷ്യൻ സാമ്രാജ്യമാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത, ഷാപ്പൂർ രണ്ടാമൻ എന്ന പേരിലുള്ള ഒരു ക്രൂരനായ മതപീഡകൻ ഉണ്ടായിരുന്ന സമയത്ത് മതപീഡനം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന് മധ്യേ ജീവിച്ചിരുന്ന ആളാണ് അഫ്രഹാത്ത്. അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് വേണം നമ്മൾ മുന്നോട്ട് അഫ്രഹാത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കൃതികൾ എന്ന് പറയുന്നത് 23 ഡെമോൺസ്ട്രേഷൻസ് ആണ്. ഡെമോൺസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ, അത് 23 വിഷയങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ആ 23 ഉപദേശങ്ങളിൽ 12ാമത്തെ ഉപദേശം അല്ലെങ്കിൽ 12ാമത്തെ ഡെമോൺസ്ട്രേഷൻ പെസഹായെ കുറിച്ചാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ 12ാമത്തെ ഡെമോൺസ്ട്രേഷനായി പെസഹ എന്ന വിഷയത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് അഫ്രഹാത്തിന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കി. എഫ്രൈമിൽ നിന്ന് വ്യത്യസ്തനാണ്. എഫ്രൈം പിതാവ് റോമാ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അഫ്രഹാത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിലാണ് ജീവിച്ചിരുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തിൽ മതപീഡനങ്ങളുടെ മധ്യത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ 23 ഉപദേശങ്ങൾ, 23 ഡെമോൺസ്ട്രേഷൻസിൽ 12ാമത്തെ ഡെമോൺസ്ട്രേഷൻ പെസഹായെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഈ ഉപദേശങ്ങൾ, ഈ ഡെമോൺസ്ട്രേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ 23 ഡെമോൺസ്ട്രേഷൻ ഉള്ളതിൽ ആദ്യത്തെ 10 അദ്ദേഹം സഭയ്ക്കുള്ളിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. അതിനകത്താണ് ഉപവാസത്തെ കുറിച്ചുണ്ട്, പ്രാർത്ഥനയെ കുറിച്ചുണ്ട്, അതുപോലെ തന്നെ
നമ്മൾ ബിനൈക്യാമ എന്ന് പറയുമല്ലോ, അതായത് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് കവനന്റ്, ഉടമ്പടിയുടെ പുത്രന്മാരെ കുറിച്ചുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ 10 ഉപദേശങ്ങളിലുള്ളത്. അതിനുശേഷമുള്ള 11 മുതൽ 22 വരെയുള്ള ഉപദേശങ്ങളിൽ സഭയും, അതായത് ക്രൈസ്തവ സഭയും യഹൂദന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആ ക്രൈസ്തവ സഭയും യഹൂദന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന 11 മുതൽ 22 വരെയുള്ള ഉപദേശങ്ങൾക്കിടയിലാണ് ഈ 12ാമത്തെ ഉപദേശത്തിൽ അദ്ദേഹം പെസഹായെക്കുറിച്ച്, അതുകൊണ്ട് തന്നെ അതിന്റെ അവതരണ ശൈലിയും അങ്ങനെ തന്നെയാണ്. അതായത് ആദ്യത്തെ 10 ഉപദേശങ്ങളിൽ അദ്ദേഹം കൃത്യമായി ഓരോ സഭാംഗവും എന്തു ചെയ്യണമെന്ന് പറയുന്നതാണ്. ഉപവാസം എങ്ങനെ ചെയ്യണം, പ്രാർത്ഥന എങ്ങനെ ചെയ്യണം, ദാനധർമ്മം എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഉടമ്പടിയുടെ പുത്രന്മാരോ പുത്രികളോ ആയി എങ്ങനെ ജീവിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ 10 ഉപദേശങ്ങളിൽ പറയുന്നതെങ്കിൽ 11 മുതൽ യഹൂദന്മാരും ക്രൈസ്തവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനുള്ളിലാണ് 12ാമത്തെ ഡെമോൺസ്ട്രേഷൻ വരുന്നത് എന്നതുകൊണ്ട് തന്നെ പെസഹായെക്കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം യഹൂദരുടെ പെസഹായും നമ്മുടെ പെസഹായും, നമ്മുടെ പെസഹായ എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ വിശുദ്ധ കുർബാന, യഹൂദരുടെ പെസഹായും നമ്മുടെ പെസഹായും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവതരിപ്പിക്കാനാണ്. അത് തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ 12ാമത്തെ ഉപദേശത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് പറയുന്നതിനും അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മനുഷ്യനെ എപ്രകാരം കാണുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. കാരണം കൂദാശകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി അദ്ദേഹം എങ്ങനെ മനുഷ്യനെ അവതരിപ്പിക്കുന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് അദ്ദേഹം മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ മാർ അഫ്രഹാത്ത് പറയുകയാണ്, ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് അവനുള്ളത്. അതായത് ഒരു മനുഷ്യൻ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഒരു മനുഷ്യൻ ഉരുവാകുമ്പോൾ അവന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അവന് ശരീരമുണ്ട്, മറ്റൊന്ന് അവന് ആത്മീയ അരൂപിയുണ്ട്. ഈ 2 വാക്കുകളാണ് അത് ഉപയോഗിക്കുന്നത്. ഒരു മനുഷ്യൻ, അതായത് ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏത് മനുഷ്യനും, ഇപ്പൊ ഇന്ത്യയിൽ 144 കോടി ആളുകൾ ഉണ്ടെങ്കിൽ ഈ 144 കോടി ആളുകൾക്കും ഈ 2 കാര്യങ്ങളുണ്ട്. ശരീരവുമുണ്ട്, ആത്മീയ അരൂപി, അതിനെ ആനിമേറ്റ് സ്പിരിറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ശരീരവുമുണ്ട്, ആത്മീയ അരൂപിയുമുണ്ട്. അത് 2 കാര്യങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്. എന്നാൽ അവനൊരു 2ാം ജനനം ഉണ്ട് എന്നാണ് അഫ്രഹാത്ത് പറയുന്നത്. അഫ്രഹാത്തിന്റെ കാലഘട്ടം നിങ്ങൾ ഓർക്കുക, 3ാം നൂറ്റാണ്ട് 4ാം നൂറ്റാണ്ടിന്റെ ആരംഭമാണ്. മനുഷ്യന് 2 ജനനങ്ങളാണുള്ളത്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും 1ാമത്തെ ജനനമുണ്ട്. അതും അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ ജനിക്കുന്നതിനെയാണ് 1ാമത്തെ ജനനം എന്ന് പറയുന്നത്. ആ ജനനത്തിൽ എല്ലാ മനുഷ്യർക്കും ശരീരവുമുണ്ട്, അതുപോലെ തന്നെ ആത്മീയ അരൂപിയുമുണ്ട്. എന്നാൽ 2ാമത്തെ ജനനം എന്ന് പറയുന്നത് അദ്ദേഹം മാമോദീസായെയാണ് 2ാമത്തെ ജനനം എന്ന് വിളിക്കുന്നത്. ഈ 2ാമത്തെ ജനനത്തിൽ 3ാമത്തെ ഒരു കാര്യം കൂടി മനുഷ്യന് കിട്ടുന്നു. അത് സ്വർഗീയ അരൂപിയാണ്. അതായത് മാമോദീസ സ്വീകരിച്ച ഒരാളും മാമോദീസ സ്വീകരിക്കാത്ത ഒരാളും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മാമോദീസ സ്വീകരിക്കാത്ത മനുഷ്യർക്ക് 2 കാര്യങ്ങളാണുള്ളത്. അവർക്ക് ശരീരവുമുണ്ട്, ആത്മീയ അരൂപിയുമുണ്ട്. മാമോദീസ സ്വീകരിച്ച ആളുകൾക്ക് 3 കാര്യങ്ങളുണ്ട്. നമുക്കൊക്കെ 3 കാര്യങ്ങളാണുള്ളത്. 1 ശരീരം, 2 ആത്മീയ അരൂപി, 3 സ്വർഗീയ അരൂപി. ഈ സ്വർഗീയ അരൂപി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ദൈവത്തിന്റെ ഒരു ഭാഗമാണ്. ദൈവം തന്റെ ഒരു ഭാഗം മുറിച്ച് മനുഷ്യന് കൊടുക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് പാർട്ടിക്കിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഒരു അംശം നമ്മളിങ്ങനെ മുറിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന മാനുഷികമായ ഒരു അവതരണമാണെന്ന് എനിക്കറിയാമെങ്കിലും ദൈവത്തിന്റെ ഒരു പാർട്ടിക്കിൾ, ഒരു ഭാഗം, ഒരു അംശം നമുക്ക് ദൈവം തരികയാണ് മാമോദീസായിലൂടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂദാശയുടെ പ്രാധാന്യം പറയാൻ വേണ്ടിയാണ്. കൂദാശകളിൽ 1ാമത്തേത് മാമോദീസ. ഇവിടെ നിന്നുകൊണ്ട് വേണം നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ നമ്മൾ മാമോദീസ സ്വീകരിച്ചവർക്കെല്ലാം 3 കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഈ 3 കാര്യങ്ങളുള്ള നമ്മളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് അദ്ദേഹം പറയുകയാണ്. ഈ ആത്മീയ അരൂപി, അതായത് ദൈവത്തിന്റെ അംശമായ സ്വർഗീയ അരൂപി, ഹെവൻലി സ്പിരിറ്റ്, ഈ സ്വർഗീയ അരൂപിയെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഓരോ മനുഷ്യന്റെയും ഈ ലോകത്തിലെ ഉത്തരവാദിത്വം. ആ സ്വർഗീയ അരൂപിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ നമ്മൾ മരിക്കുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യൻ മരിക്കുമ്പോൾ അഫ്രഹാത്ത് പറയുകയാണ്, മനുഷ്യന്റെ ശരീരം ഈ ഭൂമിയിൽ അടക്കപ്പെടുന്നു, പക്ഷെ അവന്റെ ആത്മീയ അരൂപി ആ ശരീരത്തോടൊപ്പം ഈ കല്ലറയ്ക്കുള്ളിൽ ഉറങ്ങുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ഈ ആത്മീയ അരൂപി, സ്വർഗീയ അരൂപി എന്നീ വാക്കുകൾക്ക് പകരം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ശരീരം, ആത്മാവ്, അരൂപി എന്നീ 3 വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മൾ സാധാരണ മനുഷ്യന് ശരീരവും ആത്മാവും ഉണ്ട്, മാമോദീസയിലൂടെ അവന് അരൂപി കൂടി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ എളുപ്പത്തിന് വേണ്ടി അഫ്രഹാത്ത് ഉപയോഗിക്കുന്ന വാക്കതല്ല. അഫ്രഹാത്ത് ഉപയോഗിക്കുന്നത് ശരീരമെന്നും
ആത്മീയ അരൂപി എന്നും സ്വർഗീയ അരൂപി എന്നുമുള്ള വാക്കുകളാണ്. അത് പറയാൻ പോലും അദ്ദേഹത്തിന് കാരണമുണ്ട്. കാരണം മനുഷ്യൻ മാമോദിസ മുങ്ങുന്നതിന് മുമ്പേ അവൻ അരൂപിയുടെ ഒരു അംശമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ അരൂപിയുടെ അംശം അവന് കിട്ടുന്നത് മാമോദീസയിലാണെന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അത് പോട്ടെ. അപ്പൊ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മരിക്കുമ്പോൾ ശരീരം, നമുക്കറിയാം, നമ്മുടെ ശരീരം നമ്മളുടെ കല്ലറകളിൽ അടക്കപ്പെടും, നമ്മൾ കാണുന്നതാണ്. പക്ഷെ നമ്മുടെ ആത്മാവ് എന്ന ആത്മീയ അരൂപിക്ക് എന്ത് സംഭവിക്കുന്നു? ആത്മീയ അരൂപി ശരീരത്തെ വിട്ടു പോകുന്നില്ല. ആദ്യത്തെ സഭാപിതാക്കന്മാരുടെയൊക്കെ ചിന്ത, സുറിയാനി സഭാപിതാക്കന്മാരുടെയൊക്കെ ചിന്ത ഏതാണ്? കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്, ശരീരവും ആത്മാവും ഒരുമിച്ചാണ് ദൈവത്തിന്റെ പക്കൽ നിന്ന് വന്നത്. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ അവർ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് എന്നാണ് ആദിമ സഭാപിതാക്കന്മാരുടെയൊക്കെ ചിന്ത, സുറിയാനി സഭാപിതാക്കന്മാർ. അതുകൊണ്ട് തന്നെ അഫ്രഗാത്തും പറയുകയാണ്, ശരീരം വരുന്നത് വരെ ആത്മാവ് വെയിറ്റ് ചെയ്തേ പറ്റൂ, കാരണം അവർ ഒരുമിച്ച് വന്നു, ഒരുമിച്ചേ അവർക്ക് തിരിച്ചു പോകാൻ പറ്റൂ. അതുകൊണ്ട് ആത്മാവ് എന്ത് ചെയ്യും? ശരീരം അടക്കപ്പെട്ട ഈ കല്ലറയ്ക്കുള്ളിൽ ശരീരത്തോടൊപ്പം ആത്മാവ് ഇൻ ദ സെൻസ് ആത്മീയ അരൂപി ഉറങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ മാമോദിസ സ്വീകരിച്ച ആൾക്ക് കിട്ടിയ മൂന്നാമത്തെ കാര്യം, അതായത് സ്വർഗീയ അരൂപിക്ക് എന്ത് സംഭവിക്കുന്നു? ഈ സ്വർഗീയ അരൂപി പക്ഷേ ഈ ആത്മീയ അരൂപിയെയും ശരീരത്തെയും വിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. കാരണം ദൈവമാണല്ലോ മാമോദിസയിൽ ദൈവത്തിന്റെ ഒരു പാർട്ടിക്കിൾ, ഒരു അംശം നമുക്ക് തന്നത്. ഈ ദൈവത്തിന്റെ അംശം മരണശേഷം ദൈവത്തിന്റെ പക്കലേക്ക് മടങ്ങി പോവുകയാണ്. അവിടെ ചെന്നിട്ട് ആ സ്വർഗീയ അരൂപി ദൈവത്തിന്റെ പക്കൽ ഒരു റിപ്പോർട്ട് കൊടുക്കും. അതായത് ഇത്രയും നാളും നമ്മുടെ കൂടെ ആയിരുന്നല്ലോ സ്വർഗീയ അരൂപി, അല്ലെങ്കിൽ സ്പിരിറ്റ്, അല്ലെങ്കിൽ അരൂപി ഉണ്ടായിരുന്നത്. ഈ അരൂപി ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നമ്മൾ എങ്ങനെയാണ് ഈ സ്വർഗീയ അരൂപിയെ ആനന്ദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തത്, അല്ലെങ്കിൽ സ്വർഗീയ അരൂപിയെ സംരക്ഷിച്ചത് എന്ന് ദൈവത്തിന്റെ പക്കൽ ഒരു റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെ സ്വർഗീയ അരൂപിയിൽ നല്ല റിപ്പോർട്ടാണ് ദൈവത്തിന്റെ പക്കൽ കൊടുത്തതെങ്കിൽ അവസാന വിധി നാളിൽ, അതായത് ഏറ്റവും അവസാനം, നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, വലിയ ഗംഭീരമായ ശബ്ദത്തോടെ മാലാഖമാരുടെ അകമ്പടിയോടെ ദൈവപുത്രൻ എഴുന്നള്ളുന്ന അവസാന വിധി നാളിൽ നമ്മളുടെ സ്വർഗീയ അരൂപിയെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ആ സ്വർഗീയ അരൂപി തിരിച്ചു വന്ന് നമ്മുടെ ശരീരത്തെയും ഈ കല്ലറയിൽ കിടന്നുറങ്ങുന്ന ആത്മീയ അരൂപിയെയും വിളിച്ചുണർത്തി ഇവർ മൂന്നുപേരും കൂടി ഒരുമിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകും എന്നാണ് അഫ്രഹാത്ത് പറയുന്നത്. എന്നാൽ നമ്മളുടെ സ്വർഗീയ അരൂപിയെ കൃത്യമായി സംരക്ഷിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ആ സ്വർഗീയ അരൂപി തിരിച്ചു വരികയില്ല, ദൈവത്തിന്റെ അടുത്ത് തന്നെ തുടരും. അപ്പോൾ സ്വർഗീയ അരൂപി സ്വന്തമായി ഇല്ലാത്ത ഒരു ശരീരത്തിനും ഒരു ആത്മീയ അരൂപിക്കും ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ കൂദാശയുടെ അടിസ്ഥാനപരമായ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് വ്യക്തമായി എന്ന് ഞാൻ കരുതുകയാണ്. മാമോദിസ സ്വീകരിക്കാത്തവർക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. കാരണം ആദ്യകാലത്തെ സഭാപിതാക്കന്മാരുടെ ഒരു അടിസ്ഥാന ചിന്ത ഏതായിരുന്നു? നമ്മൾ സിപ്രിയാനിലൊക്കെ കേട്ടിട്ടുണ്ട്, സഭയ്ക്ക് പുറമെ രക്ഷയില്ല. കാരണം മാമോദിസ എന്ന അടിസ്ഥാനപരമായ കൂദാശ സ്വീകരിക്കാത്ത ഒരാൾക്ക് രക്ഷയുടെ, കാരണം മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം അക്കാലത്ത് അവരുടെ ഒരേ ഒരു ചിന്ത എങ്ങനെ സ്വർഗത്തിലെത്താം എന്നതായിരുന്നു. കാരണം ഈശോ ഉടനെ വരും, ഈശോ വരുമ്പോൾ എങ്ങനെ പെട്ടെന്ന് നമുക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റും, അതിന് ചെയ്യാവുന്ന കാര്യം മാമോദിസ എന്ന കൂദാശയിലൂടെ ഈ സ്വർഗീയ അരൂപി സ്വന്തമാക്കുക. നിങ്ങൾക്കത് ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഈ ലോകത്തിലുള്ള മനുഷ്യരിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച വ്യക്തികൾ വ്യത്യസ്തരാണ്. കാരണം അവർക്ക് സ്വർഗീയ അരൂപിയുണ്ട്. അഫ്രഗാത്തിന്റെ ഭാഷ്യത്തിൽ സ്വർഗീയ അരൂപി ഉണ്ടെങ്കിൽ മാത്രമേ, സ്വർഗീയ അരൂപി ഉണ്ടാകുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ സ്വർഗീയ അരൂപിയെ നമ്മൾ സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിച്ച് സ്വർഗീയ അരൂപിക്ക് സന്തോഷകരമായ രീതിയിൽ ഈ ലോകത്തിൽ ജീവിച്ചാൽ മാത്രമേ മരണശേഷം പുനരുത്ഥാനത്തിന്റെ അവസരത്തിൽ ഈ സ്വർഗീയ അരൂപി തിരിച്ചു കടന്നു വരികയും നമ്മളുടെ ശരീരത്തെയും ശരീരത്തോടൊപ്പം കല്ലറയിൽ ഉറങ്ങുന്ന ആത്മാവിനെയും തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യൂ എന്നാണ് അഫ്രഹാത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള പഠനം. അങ്ങനെ പറയുമ്പോൾ വ്യക്തമാണ് മാമോദിസായുടെ പ്രാധാന്യം, മാമോദിസ എന്ന അടിസ്ഥാന കൂദാശയുടെ പ്രാധാന്യം. ഇവിടെ നിന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പോവുകയാണ്. അതായത് 12ാമത്തെ ഉപദേശം, അദ്ദേഹത്തിന്റെ 23 ഡെമോൺസ്ട്രേഷൻസ് അല്ലെങ്കിൽ ഉപദേശങ്ങളിൽ 12ാമത്തെ ഉപദേശം അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ആണ് വിശുദ്ധ കുർബാനയെ കുറിച്ച്. പക്ഷേ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, 12ാമത്തെ ഉപദേശം 11 മുതൽ 22 വരെയുള്ള ആ കൂട്ടത്തിൽ പെടുന്നതിനാൽ അത് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മതത്തിലെ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ അവനോട്ടോ അങ്ങനെ വിശുദ്ധ കുർബാന അല്ലല്ലോ, അവരുടെ പെസഹ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 12ാം അധ്യായത്തിൽ അവരെങ്ങനെ പെസഹ ആചരിച്ചു എന്നതിനെ പറ്റിയുള്ള ഒരു അവതരണമുണ്ട്.
അതായത് അവരുടെ വർഷത്തിലെ ആദ്യത്തെ മാസം 14-ാം തീയതി അവർ ഒരു വയസ്സുള്ളതല്ല, അതായത് പ്രായമേറിയ എന്നർത്ഥത്തില്ല, ഒരു വയസ്സ് പ്രായമുള്ള, അത് കുഞ്ഞായിട്ടുള്ള 1 വയസ്സ് പ്രായമുള്ള ഒരു ഊനമറ്റ, അതായത് കറയില്ലാത്ത ഒരു കുഞ്ഞാട്. അതിനുവേണ്ടി അവർ 3-4 ദിവസം മുമ്പേ കുഞ്ഞാടിനെ തെരഞ്ഞെടുക്കും. അതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത 1 വയസ്സുള്ള ഊനമറ്റ ഒരു കുഞ്ഞാടിനെയാണ് അവർ പെസഹായുടെ ദിവസം കൊന്നിരുന്നത് എന്ന് നമുക്കറിയാം. അത് പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിലുള്ള കാര്യമാണ്. പക്ഷേ അവിടെ ദൈവം കൊടുക്കുന്ന വ്യക്തമായ ഒരു നിർദ്ദേശമുണ്ട്. അത് അബ്രഹാത്ത് എടുത്തു പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ നൽകുന്ന നാട്ടിൽ നിങ്ങൾ പെസഹ ആചരിക്കണം എന്നാണ്. പഴയ നിയമത്തിലെ എക്സോഡസ്, പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മുടെ പുസ്തകം വായിച്ചാൽ അറിയാം, നിങ്ങൾക്ക് ഞാൻ നൽകുന്ന നാട്ടിൽ നിങ്ങൾ പെസഹ ആചരിക്കണം. അതിനെക്കുറിച്ച് അബ്രഹാത്ത് പറയുകയാണ്, ജെറുസലേം ദൈവാലയമുള്ള ഇടത്ത് മാത്രമാണ് അവർക്ക് പെസഹ ആചരിക്കാൻ അനുവാദമുണ്ടായിരുന്നത്. പക്ഷേ യഹൂദർ റോമാ സാമ്രാജ്യത്തിന്റെ ആക്രമണത്താൽ ചിതറിക്കപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക്, നമ്മൾ പല പ്രവാസങ്ങളും കണ്ടിട്ടുണ്ട്, അവർ പല സ്ഥലങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് ചിതറിക്കപ്പെട്ട ഇടങ്ങളിൽ പെസഹ ആചരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നാണ് അബ്രഹാത്ത് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ കൃത്യമായി ദൈവം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ തരുന്ന ദേശത്ത് നിങ്ങൾ പെസഹ ആചരിക്കണം. കാരണം ഇവിടെ നിന്ന്, ഈ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു എന്നതിന്റെ അടയാളമായാണ് നിങ്ങൾ ഈ പെസഹ ആചരിക്കുന്നത്. പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശം, അത് ജെറുസലേം ടെമ്പിളും ജെറുസലേം ദൈവാലയം ഇരിക്കുന്ന ഇടമാണ് ദൈവം അവർക്ക് പിന്നീട് സമ്മാനമായി കൊടുത്തത്. ആ സ്ഥലത്ത് വേണം നിങ്ങൾ പെസഹ ആചരിക്കാൻ എന്ന് ദൈവം അവരോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൽപ്പന യഹൂദന്മാർ ലംഘിച്ചു എന്നാണ് അബ്രഹാത്ത് പറയുന്നത്. അവര് ചിതറിക്കപ്പെട്ടവർ പല സ്ഥലങ്ങളിലേക്കും പോയി. ഈ പോയ സ്ഥലങ്ങളിലൊക്കെ അവർ പെസഹ ആചരിച്ചു. പക്ഷെ അത് ശരിയായില്ല. അങ്ങനെയല്ല ദൈവം ഉദ്ദേശിച്ചത്. ദൈവം ഉദ്ദേശിച്ച ഇടത്ത് മാത്രമേ പെസഹ ആചരിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ എന്ന് അബ്രഹാത്ത്. അവർ ചെയ്ത വലിയൊരു തെറ്റായിട്ട്, അതായത് ഇസ്രായേൽ ജനം ചെയ്ത വലിയൊരു തെറ്റായിട്ടാണ് ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് പോയി പെസഹ ആചരിച്ചതിനെ കുറിച്ച് അബ്രഹാത്ത് പറയുന്നത്. അദ്ദേഹം അതിനെ സഭയുമായി കണക്ട് ചെയ്യുകയാണ്. അതായത് ആദ്യത്തെ ഇസ്രായേൽ ജനത്തോട്, ഒന്നാമത്തെ ഇസ്രായേൽ ജനത്തോട് ദൈവമായ കർത്താവ് നിങ്ങൾ ഈ സ്ഥലത്ത് മാത്രമേ പെസഹ ആചരിക്കാവൂ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ അല്ലാതെ മറ്റിടങ്ങളിൽ പെസഹ ആചരിച്ചത് കൊണ്ടാണ് ദൈവം അവരെ തള്ളിപ്പറഞ്ഞത്. അതായത് ആദ്യ ഇസ്രായേൽ ജനത്തെ തള്ളിപ്പറയുകയും പിന്നീട് പുതിയ ഇസ്രായേലായി സഭയെ സ്വീകരിക്കുകയും ചെയ്തത്. അവർ ചെയ്ത തെറ്റിതായിരുന്നു. പെസഹ ആചരിക്കാൻ അനുവാദമില്ലാത്ത ഇടങ്ങളിലൊക്കെ പോയി പെസഹ ആചരിച്ച് അതിനെ മലീമസമാക്കി. അതായത് പെസഹ എന്ന വിശുദ്ധമായ ആചരണത്തെ മലീമസമാക്കിയതിനാലാണ് ആദിമ ഇസ്രായേലിനെ ദൈവം തള്ളിക്കളയുകയും പുതിയ ഇസ്രായേലായ നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് പെസഹ സഭയ്ക്കുള്ളിൽ മാത്രമേ ആഘോഷിക്കാൻ പാടുള്ളൂ. അതാണ് അബ്രഹാത്തിന്റെ ലോജിക്. അതായത് ആദ്യ ഇസ്രായേലായ ഇസ്രായേൽ ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞത് അവർക്ക് നിർദ്ദേശം കിട്ടിയ സ്ഥലത്തല്ലാതെ, അവരോട് അനുവദനീയമായ സ്ഥലത്തല്ലാതെ മറ്റിടങ്ങളിലൊക്കെ പെസഹ ആചരിച്ചത് കൊണ്ടാണ് അവരെ അവിടെ തള്ളിക്കളഞ്ഞതെങ്കിൽ, പുതിയ ഇസ്രായേലായ നാം വിശുദ്ധ പുതിയ പെസഹായായ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് സഭയ്ക്കുള്ളിലാണ്. സഭയുമായി ബന്ധമില്ലാത്ത വിശുദ്ധ കുർബാന ഇല്ല എന്ന് അബ്രഹാത്ത് കൃത്യമായി പറയാം. അതുകൊണ്ടാണ് ഞാൻ മാമോദീസമായി നിങ്ങൾ നേരത്തെ കണക്ട് ചെയ്തത്. അതായത് മാമോദീസയിലൂടെ സ്വർഗീയ അരൂപി സ്വന്തമാക്കുന്ന ആളുകൾക്ക് മാത്രമാണ്, നമുക്കിപ്പോ അറിയാമല്ലോ, മാമോദീസ നമ്മൾ അടിസ്ഥാന കൂദാശ എന്നാണ് വിളിക്കുന്നത്. മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കാതെ ആർക്കും മറ്റു കൂദാശകൾ സ്വീകരിക്കാൻ അനുവാദമില്ല എന്ന് നമുക്കറിയാം. നമുക്കിത് അതിന് കൃത്യമായ കാനൂനിക നിയമങ്ങളുണ്ട്, സഭയുടെ പഠനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് 3-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യവുമായ കാലഘട്ടത്തിൽ അബ്രഹാത്ത് വളരെ വ്യക്തമായി പറയുകയാണ്, സഭയുടെ സ്വന്തമാണ് വിശുദ്ധ കുർബാന. സഭയിലാണ് വിശുദ്ധ കുർബാന ആഘോഷിക്കപ്പെടേണ്ടത്. സഭയുമായി ബന്ധമില്ലാത്ത വിശുദ്ധ കുർബാനയെ നമ്മൾ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന് പഴയ നിയമത്തോട് ബന്ധപ്പെടുത്തി അദ്ദേഹം പറയുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുക. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ, അതുകൊണ്ടാണ് ഞാൻ മാമോദീസയെ കുറിച്ച് പറഞ്ഞത്. രക്ഷയുടെ വാതിൽ തുറക്കുന്നത് മാമോദീസയിലാണ്. അങ്ങനെയെങ്കിൽ ഈ സ്വർഗീയ അരൂപിയെ സന്തോഷിപ്പിക്കുന്ന പല മാർഗങ്ങളുണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുക. കാരണം മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ സഭയിൽ അംഗമാകുന്നു. അതിനുശേഷം പരിശുദ്ധ കുർബാനയാകുന്ന വലിയ വിരുന്നിൽ പങ്കുചേരുന്നതോടെ നമ്മൾ ഈ സ്വർഗീയ അരൂപിയെ സന്തോഷിപ്പിക്കുന്നവരായി മാറുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഒന്നാമത്തെ കാര്യം. ഇനി ഈ മാമോദീസയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അതായത്
അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയണം. മാമോദിസയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ആദ്യ പെസഹ എന്ന് പറയുന്നത് ഒരു വയസ്സുള്ള കുഞ്ഞാട്, അതായത് അധികം പ്രായമില്ലാത്ത ഒരു കുഞ്ഞ് ആട്. ഒരു വയസ്സെന്ന് പറയുമ്പോൾ അധികം പ്രായമില്ലാത്ത ഒരു കുഞ്ഞാടിനെ വേണം ബലിയർപ്പിക്കാൻ എന്നാണ് ദൈവത്തിന്റെ പക്ഷം. ഊനമറ്റ കുഞ്ഞാടായിരിക്കണം, അതായത് കുറവുകളില്ലാത്ത കുഞ്ഞാടായിരിക്കണം. അഫ്രഹാത്ത് ഈ ഒരു വയസ്സ് എന്ന വാക്കുകൂടി ഈശോയിലേക്ക് ആരോപിക്കുകയാണ്. അതായത് ഒരു വയസ്സുള്ള കുഞ്ഞാടിനെ പഴയ നിയമ ബലിയിൽ പഴയ നിയമ പെസഹായിൽ അവർ ബലി കഴിപ്പിച്ചതുപോലെ പുതിയ നിയമ പെസഹ കുഞ്ഞാടായ ഈശോയും ഒരു വയസ്സ് എന്ന പദം കൊണ്ട് എന്താ നമ്മൾ അർത്ഥമാക്കുന്നത്? കുഞ്ഞ് എന്നർത്ഥമാണല്ലോ. അതായത് നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഒരു വയസ്സുള്ള ഒരു കുഞ്ഞെന്ന് പറയുമ്പം ഒരു കുഞ്ഞു കൊച്ചു, നമുക്ക് പിടിച്ച് ലാളിക്കാനും സ്നേഹിക്കാനും ഒക്കെ തോന്നുന്ന കളങ്കമില്ലാത്ത ഒരു കുഞ്ഞ്. അങ്ങനെയായിരുന്നു ഈശോ എന്ന് അഫ്രഹാത്ത് പറയണം. പാപത്തിൽ അവൻ കുഞ്ഞായിരുന്നു. പാപത്തിന്റെ, അതായത് ഒരു പാപാവസ്ഥയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഊനമറ്റ കുഞ്ഞാട് എന്ന് പറയുന്നത് പോലെ അവൻ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവനൊരു കുഞ്ഞായിരുന്നു. ഈശോ ഒരു കുഞ്ഞ്, കാരണം അവന് പാപമില്ലായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഒരു വയസ്സ് എന്ന ഒരു എക്സ്പ്രഷൻ കൂടി അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയും അദ്ദേഹം പഴയ നിയമത്തിലെ കുഞ്ഞാടിനെയും പുതിയ നിയമത്തിലെ പെസഹ കുഞ്ഞാടായ ഈശോയെയും അവതരിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ കുഞ്ഞാട് ഒരു വയസ്സുള്ള ചെറിയ കുഞ്ഞാടായിരുന്നത് പോലെ ഈശോയും പാപത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കുഞ്ഞു കുട്ടികളെ പോലെ, ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലെ ആയിരുന്നു പാപത്തിന്റെ കാര്യത്തിൽ ഈശോ എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ മാമോദിസയുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. ഈ മാമോദിസയെ കുറിച്ച് പറയുമ്പോൾ വളരെ മനോഹരമായ ഒരു അവതരണം അഫ്രഹാത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അതായത് മാമോദിസ എന്തിനായിരുന്നു? വിശുദ്ധ കുർബാന അർപ്പണത്തിന് വേണ്ടിയായിരുന്നു എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ, അതായത് ജോർദാനിൽ വെച്ച് ഈശോ മാമോദിസ മുങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എഫ്രൈമിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ജോർദാനിൽ മുങ്ങിയപ്പോഴാണ് ഈശോ മഹത്വത്തിന്റെ വസ്ത്രം ജോർദാനിൽ നിക്ഷേപിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. എന്ന് പറയുന്നത് പോലെ അഫ്രഹാത്തിന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിലുള്ള മാമോദിസ നടക്കുന്നത് സെഹിയോൻ ഊട്ടുശാലയിലെ ശ്ലീഹന്മാരുടെ പാദക്ഷാളനത്തിന്റെ അവസരത്തിലാണ് എന്നാണ് അഫ്രഹാത്ത് പറയുന്നത്. അതായത് ശ്ലീഹന്മാരുടെ പാദത്തിൽ ഈശോ വെള്ളമൊഴിച്ച് കഴുകി അത് തുടച്ച് വൃത്തിയാക്കുവാണല്ലോ. ആ കാല് കഴുകുന്നത്, വെള്ളമൊഴിച്ചവരുടെ കാല് കഴുകിയത് മാമോദിസ ആയിട്ടാണ്, ശ്ലീഹന്മാരുടെ മാമോദിസ ആയിട്ടാണ് നമ്മുടെ അഫ്രഹാത്ത് അവതരിപ്പിക്കുന്നത്. അത് വളരെ മനോഹരമായ ഒരു അവതരണമാണ്. കാരണം മാമോദിസയിൽ നിന്ന് കുർബാനയിലേക്ക്, കാരണം അത് നമ്മൾ വളരെ കൃത്യമായിട്ടത് മനസ്സിലാക്കണം. നമുക്കിപ്പോഴും അത് മനസ്സിലാവുമല്ലോ. നമ്മൾ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് പാപമോചനത്തിൽ പങ്കുചേർന്നതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഒരുക്കത്തോടെയാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞതുപോലെ മാമോദീസായിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയും അഫ്രഹാത്ത് പറയുന്നത്, ഈശോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ശ്ലീഹന്മാരുടെ പാദങ്ങൾ കഴുകുന്നത്. ഈ പാദക്ഷാളനം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിന്റെ ശുദ്ധിക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് അവരുടെ പാപമോചനത്തിന് വേണ്ടിയായിരുന്നു. അത് മാമോദീസായെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അഫ്രഹാത്ത് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മാമോദീസായും ഈശോയുടെ മാമോദീസ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. സ്നാപക യോഹന്നാന്റെ മാമോദിസ അനുതാപത്തിന്റെ മാമോദിസയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത്, മരുഭൂമിയിൽ അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ എത്തി എന്നാണ് വിശുദ്ധ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. അവന്റെ അനുതാപത്തിനുള്ള ആഹ്വാനമായിരുന്നു യോഹന്നാന്റെ മാമോദിസ. അത് സ്വാഭാവികമായി ഇതിനിടയിൽ ഞാൻ അതുകയാണ്, സ്വാമിതാക്കന്മാര് 3 തരത്തിലുള്ള ഈ ക്ഷാളനത്തെ പറ്റി പറയാറുണ്ട്. അതായത് ഒന്നാമത്തേത് നമ്മുടെ യഹൂദരുടെ ക്ഷാളനങ്ങളുണ്ട്. അതായത് പാത്രത്തിന്റെ ഒരു പ്രാവശ്യം കഴുകണം, 2 പ്രാവശ്യം കഴുകണം, അതിനുശേഷം കഴുകണം, മുമ്പ് കഴുകണം, അങ്ങനത്തെ നിയമങ്ങളുണ്ട്. അപ്പോ യഹൂദ ക്ഷാളന നിയമങ്ങളൊക്കെ ബാഹ്യ പരിശുദ്ധിക്ക് വേണ്ടിയായിരുന്നു. അതായത് പുറമെയുള്ള പരിശുദ്ധി. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നാൽ കാല് കഴുകണമെന്നോ അല്ലെങ്കിൽ മുഖം കഴുകണമെന്നോ ശരീരം കഴുകണമെന്നോ ഒക്കെയുള്ള നിയമങ്ങൾ യഹൂദരുടെ നിയമങ്ങളാണ്. അത് ബാഹ്യ പരിശുദ്ധി, നമ്മുടെ പുറമെയുള്ള പരിശുദ്ധിയെ സൂചിപ്പിക്കാനാണ്. യോഹന്നാൻ അതിനേക്കാൾ മുൻപോട്ട് കടന്നു. യോഹന്നാൻ അദ്ദേഹം പറയുകയാണ്, നിങ്ങള് ബാഹ്യ പരിശുദ്ധിയുടെ നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്, പക്ഷെ ബാഹ്യ പരിശുദ്ധി കൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് ആന്തരിക പരിശുദ്ധി ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള ക്ഷണമാണ്
ആന്തരിക ശുദ്ധിക്ക് വേണ്ടിയുള്ള ക്ഷണം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആളുകൾ വന്ന് യോഹന്നാനോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ അണല് സന്ധികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. യോഹന്നാന്റെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു റിപ്പന്റൻസ്, അതായത് റിപ്പന്റ് ചെയ്യാൻ, പാപത്തിൽ നിന്ന് ഓടിയകലാനുള്ള ക്ഷണമായിരുന്നു യോഹന്നാന്റെ മാമോദീസ. പക്ഷെ അത് പാപമോചനം നൽകിയിരുന്നില്ല. അതായത് പാപങ്ങളിൽ നിന്ന് ഓടിയകലാനുള്ള ക്ഷണമാണ് യോഹന്നാന്റെ മാമോദീസ. പക്ഷെ ആ മാമോദീസ കൊണ്ട് ഞാൻ ചെയ്ത പാപങ്ങൾക്ക് എനിക്ക് മോചനം കിട്ടിയിരുന്നില്ല. പാപമോചനത്തിന്റെ മാമോദീസ, അതായത് പാപമോചനം കിട്ടുന്നത് ഈശോയുടെ മാമോദീസ. അതാണ് 3 തലങ്ങൾ ഞാൻ പറഞ്ഞത്. യഹൂദരുടെ നിയമം ബാഹ്യമായ ശുദ്ധി, യോഹന്നാന്റെ മാമോദീസ ബാഹ്യമായ ശുദ്ധി മാത്രം പോരാ, ആന്തരിക ശുദ്ധിയും വേണം. അതുകൊണ്ട് നിങ്ങൾ പാപങ്ങളിൽ നിന്ന് ഓടിയകന്ന് മാനസാന്തരപ്പെടണമെന്ന് അദ്ദേഹം പറയുന്നത്. അതൊരു ക്ഷണമായിരുന്നു. ആ ക്ഷണം വന്ന് എത്തി നിൽക്കുന്നത് ഈശോയുടെ മാമോദീസയിലാണ്. ആ മാമോദീസ എന്ന് പറയുന്നത് പാപമോചനമാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാത്തിന്റെ അഭിപ്രായത്തിൽ എപ്പോഴാണ് ആ പാപമോചനത്തിന്റെ മാമോദീസ ശ്ലീഹന്മാർക്ക് കിട്ടിയത്? അത് ഈശോ അവരുടെ പാദങ്ങൾ കഴുകിയപ്പോഴാണ്. എന്തിനാണ് ഈശോ അവരുടെ പാദങ്ങൾ കഴുകി പാപമോചനത്തിന്റെ മാമോദീസ അവർക്ക് കൊടുത്തത്? തുടർന്ന് വിശുദ്ധ കുർബാന എന്ന മഹാത്ഭുതം സ്വീകരിക്കുന്നതിന് വേണ്ടി അവരെ ഒരുക്കുന്നതിനാണ്. അതാണ് ആ കണക്ഷൻ. മാമോദീസ, വിശുദ്ധ കുർബാന. അത് അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു അവതരണമാണ്. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ഈ 3 ദിവസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. അതായത് വിശുദ്ധ കുർബാന സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ 3 ദിവസം നമുക്ക് എപ്പോഴും സംശയം തോന്നുന്ന ഒരു കാര്യമാണല്ലോ, അല്ലെ? അതായത് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ഒരു ഉച്ച കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഈശോയുടെ മരണം നമ്മൾ പ്രഖ്യാപിക്കുന്നത്, അല്ലെ? നമ്മൾ സാധാരണ ഈ പീഡാനുഭവ വായനയൊക്കെ നടത്തി ഒരു 3-3:30 ആകുന്ന, ഒരു 4 മണിയൊക്കെ ആകുന്ന സമയത്താണ് നമ്മൾ വൈദികൻ ഈശോയുടെ മരണം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ മരമണി അടിക്കുകയും പിന്നീട് നഗരി കാണിക്കൽ പ്രദക്ഷിണ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്, ഈ 3 ദിവസം എങ്ങനെ തികയും? കാരണം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി 4 മണിക്ക് ഈശോ മരിക്കുന്നു. 3 ദിവസം കഴിഞ്ഞ് ഈശോ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്? യോനായുടെ അടയാളമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണെന്ന് തോന്നുന്നത്, ഇന്നാണ് നമ്മളത് വായിച്ചത്, ഇന്നലെയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുക. അതെന്താണ്? യോന 3 ദിവസം തിമിംഗലത്തിന്റെ അല്ലെ മത്സ്യത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രനും 3 ദിവസം ഭൂമിയുടെ ഉള്ളിൽ കഴിയേണ്ടി, അല്ലെങ്കിൽ മരണത്തിന് കീഴിൽ കഴിയേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞു. അത് 3 രാവും 3 പകലും കഴിഞ്ഞാലല്ലേ അത് പൂർത്തിയാവുള്ളൂ എന്നൊരു ചോദ്യം. അപ്പം വെള്ളിയാഴ്ച 3 മണിക്കാണ് ഈശോ മരിച്ചതെങ്കിൽ ശനി 3, ഞായർ 3, തിങ്കളാഴ്ച 3 മണിക്ക് ഉയർത്തെഴുന്നേറ്റാലല്ലേ 3 രാവും 3 പകലും ഉണ്ടാവൂ എന്ന് ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം. പക്ഷെ അങ്ങനെയല്ല. വെള്ളി, ശനി, ഞായർ എന്നീ 3 ദിവസങ്ങളാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അഫർഹാത്ത് അതിന് കൃത്യമായ ഒരു ഉത്തരം പറയുന്നുണ്ട്. അതായത് ഈശോ യഥാർത്ഥത്തിൽ മരിച്ചത് കുരിശിലല്ല, മറിച്ച് ശ്ലീഹന്മാർക്ക് തന്റെ ശരീരരക്തങ്ങൾ പങ്കുവെച്ചു കൊടുത്തപ്പോഴേ അവൻ മരിച്ചവരോടൊപ്പം എണ്ണപ്പെട്ടു. അതായത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ അവൻ മരിച്ചുകൊണ്ടാണ് തന്റെ ശരീരവും രക്തവും ശ്ലീഹന്മാർക്ക് പങ്കുവെച്ചു കൊടുത്തത് എന്നാണ് അഫ്രഹാത്ത് പറയുന്നത്. അതായത് സഹിയാനൂട്ടുശാലയിൽ ഈശോ തന്റെ ശിഷ്യന്മാർക്ക് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു കൊടുത്തത് അവന്റെ ശരീരം തന്നെയായിരുന്നു. അതിന്റെ രക്തമായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തത് അവന്റെ രക്തം തന്നെയായിരുന്നു. പിന്നീട് അത് ആക്ച്വലൈസ് ചെയ്യുകയായിരുന്നു കാൽവരി കുരിശിൽ. പക്ഷെ അവൻ കൊടുത്തത് അവന്റെ ശരീരം തന്നെയായിരുന്നു, അവൻ കൊടുത്തത് അവന്റെ രക്തം തന്നെയായിരുന്നു. അതുകൊണ്ട് അവൻ മരിച്ചവരോടൊപ്പം പെസഹാ വ്യാഴാഴ്ച തന്നെ എണ്ണപ്പെട്ടു എന്ന് അഫ്രഹാത്ത് പറയുകയാണ്. അതുകൊണ്ട് അദ്ദേഹം മനോഹരമായി പറയുന്ന ഒരു അവതരണമുണ്ട്. പിറ്റേ ദിവസം വെള്ളിയാഴ്ച പന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിലും ഹെറോദോസിന്റെ മുമ്പിലും ഒക്കെ അവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഈശോ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം തുടരെ ചോദ്യങ്ങൾ ഇവരെല്ലാവരും ചോദിക്കുന്നതാണ്. പക്ഷെ ഒരു ചോദ്യത്തിന് പോലും ഈശോ ഉത്തരം പറയുന്നില്ല. അപ്പോ നമുക്ക് തോന്നാവുന്ന ഒരു ചോദ്യം ഉണ്ട്, അവൻ ഉത്തരമില്ലാഞ്ഞിട്ടാണോ അവൻ നിശബ്ദനായിരുന്നത്? യേശയ്യാ പ്രവാചകന്റെ പ്രവചനങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ, അതായത് രോമം കത്തിരിക്കാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായിരുന്നു എന്ന് പറയുന്നത് പോലെ കർത്താവ് നിശബ്ദനായി നിൽക്കുകയാണ്. ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നത് കൊണ്ടാണോ അവൻ ഈ തെറ്റുകളൊക്കെ ചെയ്തു എന്ന് അവൻ സമ്മതിക്കുകയാണോ? അഫ്രഹാത്ത് പറയുകയാണ്, മരിച്ചവന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയും. കാരണം അവൻ തലേ ദിവസം പെസഹാ തിരുനാളിന്റെ അന്ന് തന്റെ ശരീരവും രക്തവും ശ്ലീഹന്മാർക്ക് സമ്മാനിച്ചപ്പോഴേ അവൻ മരിച്ചവരോടൊപ്പം എണ്ണപ്പെട്ടു. അതുകൊണ്ട് മരിച്ചവൻ നിശബ്ദനായിരിക്കുന്നത് പോലെ അവൻ മരിച്ചവരോടൊപ്പം പെട്ടത് കൊണ്ടാണ് അവൻ അങ്ങനെ അങ്ങ് ആവുകയാണ്. അതായത് അവൻ മരിച്ചവരോടൊപ്പം എണ്ണപ്പെട്ടവനെ പോലെ അവൻ പീലാത്തോസിന്റെയും ഹെറോദോസിന്റെയും മറ്റു പടയാളികളുടെയും ഒക്കെ മുമ്പിൽ നിൽക്കുകയാണ് എന്നാണ് അഫ്രഹാത്ത് പറയുന്നത്. അതുകൊണ്ട് ഈ 3 ദിവസം നമുക്ക് അങ്ങനെ തികയ്ക്കാം. അതായത് അവന്റെ 3 ദിവസം എന്ന് പറയുന്നത് പെസഹാ വ്യാഴം മുതലേ എണ്ണാൻ തുടങ്ങണം എന്നാണ് അഫ്രഹാത്ത് പറയുന്നത്. അഫ്രഹാത്തിന്റെ അഭിപ്രായത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഈശോ യഥാർത്ഥത്തിൽ തന്റെ ശരീരവും രക്തവും തന്നെയാണ് ശ്ലീഹന്മാർക്ക് നൽകിയത്.
അന്നേ അവൻ മരിച്ചവരോടൊപ്പം എണ്ണപ്പെട്ടിരുന്നു എന്ന് അഫ്രഹാത്ത് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വലിയ മഹാത്ഭുതം, വിശുദ്ധ കുർബാനയാകുന്ന മഹാത്ഭുതം സ്വന്തമാക്കാൻ മനുഷ്യനെ ശ്ലീഹന്മാരെ, ആദ്യം അത് ഭക്ഷിച്ചത് ശ്ലീഹന്മാരാണ്. വിശുദ്ധ കുർബാനയാകുന്ന മഹാത്ഭുതം അവരെ പാപമോചനത്തോടെ ഒരുക്കാൻ, അവർക്ക് പാപമോചനം നൽകി ഒരുക്കാൻ അവർക്ക് ഈശോ നൽകിയ മാമോദീസായായിരുന്നു സഹ്യോനൂട്ടിശാലയിലെ പാദക്ഷാളനം എന്ന് ഫർഹാത്ത് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അതായത് മാമോദീസായിലെ പാപമോചനത്തിലൂടെ വിശുദ്ധ കുർബാനയിലേക്ക്. അതുകൊണ്ട് നമ്മളിപ്പോ നമ്മുടെ അനുദിന ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ സാധാരണ വിശുദ്ധ കുംഭസാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഈശോ എന്തൊക്കെയാണ് വിശുദ്ധ കുർബാന അവർക്ക് കൊടുത്തത്. അതായത് അവരുടെ പാപത്തിന്റെ ലാഞ്ചന പോലും ശിഷ്യന്മാർക്ക് ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ഈശോ പത്രോസ് ചോദിച്ചില്ലേ, കർത്താവേ ഞാൻ കുളിച്ചിട്ടാ വന്നത്, അതുകൊണ്ട് നീ എന്റെ പാദം കഴുകണ്ട എന്ന് പറഞ്ഞപ്പോ അങ്ങനെ എന്നാ നീ എന്റെ പാദം കഴുകണം ഈശോ പറയുമ്പോ, അങ്ങനെയാണെങ്കിൽ നിന്റെ പാദം കഴുകണം, അന്ന് പാദമല്ല എന്റെ ശരീരം മുഴുവൻ കഴുകിക്കോളൂ എന്ന് പറയുമ്പോ ഈശോ അവൻ പറയുന്നുണ്ട്, നീ മുഴുവൻ ശുദ്ധിയുള്ളവനാണ്, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമുള്ളൂ ഈശോ പറയുന്നുണ്ട്. അതായത് യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള ശുദ്ധിയെ കുറിച്ചാണ്. അതായത് പുറമേയുള്ള ശുദ്ധിയൊക്കെ നിന്റെത് ഓക്കെയാണ്, അതാണ് ഈശോ പറയുന്നത്. അതായത് പുറമേയുള്ള, അതായത് ബാഹ്യ ശുദ്ധിയെ കുറിച്ച് നീ പറഞ്ഞതൊക്കെ നിനക്ക് ഓക്കെയാണ്. പക്ഷെ നിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിനക്ക് പാപം. അതായത് പാപം എന്ന് പറയുന്നത് മനുഷ്യൻ സ്വാഭാവികമായും പാപം ചെയ്യാനുള്ള പ്രവണതയുള്ളവനാണ്, അവന് പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് കൃത്യമായി പറയുകയാണ്, വിശുദ്ധ കുർബാനയാകുന്ന മഹാത്ഭുതം, തന്റെ ശരീരവും രക്തവുമാകുന്ന വിശുദ്ധ കുർബാനയാകുന്ന മഹാത്ഭുതം സ്വന്തമാക്കുന്നതിന് മുമ്പ് പാപങ്ങളിൽ നിന്ന് മോചനം നേടി വേണം അത് ചെയ്യാൻ എന്ന് ശ്ലീഹന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. തലേ ദിവസം അവന്റെ പാദം കഴുകി അവന് മാമോദീസ നൽകിക്കൊണ്ട് എന്ന് അഫ്രഹാത്ത് പറയുകയാണ്. ഇത് നമ്മുടെ വിശുദ്ധ കുംഭസാരം എന്ന കുദാശയുടെ പ്രാധാന്യത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ്, ആ വലിയ രഹസ്യം മഹാത്ഭുതം സ്വന്തമാക്കുന്നതിന് മുമ്പ്, പാപകരമായ നമ്മുടെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനായിട്ട് വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയ്ക്ക് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായ ശുദ്ധമായ ശരീരത്തോടെ മനസ്സോടെയാണോ ഹൃദയത്തോടെയാണോ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എന്നൊക്കെയൊന്ന് ആത്മശോധന ചെയ്യാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ്. പിന്നീട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് പഴയ നിയമത്തിലെ പെസഹ പുതിയ നിയമത്തിലെ പെസഹായും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അത് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് ഫർഹാത്ത് ഈ 12ാമത്തെ തന്റെ ഉപദേശത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പഴയ നിയമ പെസഹായുടെ നേതാവായി മോശയെയാണ് അവതരിപ്പിക്കുന്നത്. കാരണം മോശയായിരുന്നു പഴയ നിയമ ജനതയുടെ നേതാവ്. മോശ എങ്ങനെ പഴയ നിയമ ജനതയുടെ നേതാവായിരുന്നോ അതുപോലെ പുതിയ നിയമ ജനതയുടെ നേതാവാണ് ഈശോ മിശിഹ. മോശയ്ക്ക് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് പുതിയ നിയമത്തിൽ ഈശോ മിശിഹ ഉള്ളത്. അപ്പം ഈ ഈശോ മിശിഹായും മോശയും തമ്മിലുള്ള കമ്പാരിസൺ അദ്ദേഹം മനോഹരമായ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മോശ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ നാട്ടിലേക്ക് പോയപ്പോ തന്റെ വടി നീട്ടി സമുദ്രത്തെ 2ആയി പകുത്തു. ഈ സമുദ്രത്തെ 2ആയി പകുത്തു കഴിഞ്ഞപ്പോൾ അതിനിടയിലുള്ള വഴിയിലൂടെയാണ് ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ, ഇസ്രായേലിന്റെ കാനാൻ നാടിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുപോയത്. അതായത് ഒരു സമുദ്രത്തെ വിഭജിച്ച് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് ഇസ്രായേൽ ജനം കടന്നു പോകുന്നതിന്റെ കഥയാണ് മോശയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത്. ഇന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് പാതാളത്തെ വിഭജിച്ചു, പാതാളത്തിന്റെ കോട്ടകൾ തകർത്ത് പാതാളത്തെ വിഭജിച്ച് അതിനിടയിലൂടെ പാതാളത്തിൽ ഉണ്ടായിരുന്നവരെ രക്ഷയിലേക്ക് നയിച്ചു എന്ന് അഫ്രഹാത്ത് പറയുകയാണ്. അത് ഈശോ തന്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും, അവിടുത്തെ പെസഹ എന്ന വാക്കിന് കടന്നുപോകൻ എന്നും കൂടി അർത്ഥമുണ്ടല്ലോ. അതുകൊണ്ട് ഈ അപ്പവും വീഞ്ഞും ശിഷ്യന്മാർക്ക് നൽകിയതിനോടൊപ്പം തന്നെ അവിടുത്തെ പെസഹായുടെ ഭാഗമായിരുന്നു അത് ആക്ച്വലൈസ് ചെയ്ത അതായത് തലേ ദിവസം അവൻ മരണിച്ചവരോടൊപ്പം എണ്ണപ്പെട്ടുവെങ്കിലും പിറ്റേ ദിവസം കുരിശിലാണ് അദ്ദേഹം അവിടുന്ന് അത് പ്രാവർത്തികമാക്കിയത്. അതിന്റെ ഭാഗമായി മോശ നദി മുറിച്ച്, സമുദ്രം മുറിച്ച് ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോയതുപോലെ പാതാളം മുറിച്ച്, പാതാളത്തിന്റെ ബന്ധനങ്ങൾ തകർത്ത് അവിടുന്ന് ആത്മാക്കളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോയി എന്ന് അദ്ദേഹം പറയുകയാണ്. 2, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പഴയ നിയമ ജനതയ്ക്ക് ദൈവം മന്ന കൊടുത്തു. മന്നായാകുന്ന അപ്പം അവർക്ക് അവരുടെ അനുദിന ജീവിതത്തിന്റെ പരിപോഷണത്തിന് വേണ്ടി കൊടുത്തതുപോലെ ഈശോ സ്വന്തം ശരീരം നമുക്ക് ഭക്ഷണമായി നൽകുന്നു. 2ാമത്തെ കമ്പാരിസൺ. 3ാമത് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. മോശ തന്റെ വടി കൊണ്ട് ഒരു കല്ലിൽ അടിച്ചപ്പോൾ ആ കല്ലിൽ നിന്ന് അവർക്ക് ജീവന്റെ വലിയ അരുവി ഒഴുകി ഇറങ്ങിയതുപോലെ ഈശോ തന്റെ ശരീരത്തിൽ നിന്ന് അവർക്ക്, അതായത് തന്റെ പാർശ്വത്തിൽ നിന്ന് അവർക്ക് ജീവന്റെ അരുവി ഒഴുക്കി എന്ന് അഫ്രഹാത്ത് പറയുകയാണ്. അതായത് മോശ
പാറയിൽ നിന്ന് അടിച്ച്, പാറയിൽ നിന്ന് അവർ മരണാസന്നരായിരുന്നു വെള്ളം കിട്ടാതെ. പാറയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ വെള്ളം അവർക്ക് ജീവനിലേക്കുള്ള വഴി തുറന്നതുപോലെ പുതിയ നിയമത്തിലെ ഈശോ തന്റെ പാർശ്വം തുറന്ന് തന്റെ പാർശ്വത്തിൽ നിന്ന് ജീവന്റെ ജലം ഒഴുക്കി അവരെ ജീവനിലേക്ക് നയിച്ചു എന്ന് മോശ പറയുകയാണ്. പിന്നെ അടുത്തതായി മോശ പഴയ നിയമത്തിൽ അവർ സർപ്പദംശനമേറ്റ് മരിച്ചപ്പോൾ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി. ഇതെല്ലാം എഫ്രൈമിലും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അഫ്രഹാത്തും പറയുന്നത് അങ്ങനെയാണ്. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി സർപ്പത്താൽ ദംശിക്കപ്പെട്ട് മരണാസന്നരായമായ ആളുകളെയൊക്കെ ജീവനിലേക്ക് പ്രവേശിപ്പിച്ചതുപോലെ ഈശോ കാൽവരി മലയിൽ സ്വയം ഉയർത്തി. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഈശോ കാൽവരി മലയിൽ സ്വയം ഉയർത്തി. ആ ഉയർത്തലിലൂടെ അനേകരെ ജീവനിലേക്ക് നയിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെ മോശ ഒരു ടബർനാക്കിൾ, അതായത് ഒരു വാഗ്ദാന കൂടാരം അവരുടെ മുമ്പിൽ സ്ഥാപിച്ചിരുന്നു. ആ കൂടാരം അവർക്ക് ആരാധിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതായത് ഈ വാഗ്ദാന കൂടാരം മോശ ഉയർത്തിയത് പഴയ നിയമ ജനതയ്ക്ക് ആരാധിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ ഈ വാഗ്ദാന കൂടാരം, ടബർനാക്കിൾ എന്ന് പറയുന്നത് ഈശോ മിശിഹ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവന്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത്. അവന്റെ ശരീരവും രക്തവും നമ്മൾ അരുളിക്കായിൽ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സക്രാരിയിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് എന്ന് പറയുന്നത് പോലെ പുതിയ നിയമത്തിലെ സക്രാരി എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് എന്ന് അച്ഛാ ഒന്നും കേൾക്കുന്നില്ല. അച്ഛൻ ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നല്ലോ. വരുമായിരിക്കും, വെയിറ്റ് ചെയ്യാം. അച്ഛന് കോള് വന്നതുപോലെ ആയിരിക്കും. ഇപ്പം പുള്ളി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കട്ടായിരുന്നോ? അതെ കട്ടായിരുന്നു. ഓക്കെ തുടരാമല്ലോ. ഈ അവസാനത്തെ കാര്യമാണ്, അതായത് ഈശോ അതായത് പഴയ നിയമത്തിലെ ടബർനാക്കിൾ പോലെ പുതിയ നിയമത്തിലെ വാഗ്ദാന കൂടാരം, അതായത് ദൈവ സാന്നിധ്യത്തിന്റെ കൂടാരമാണ് ഈശോ മിശിഹ എന്ന്. അങ്ങനത്തെ കുറച്ച് കമ്പാരിസൺസ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഈ 12ാമത്തെ ഡെമോൺസ്ട്രേഷനിൽ അദ്ദേഹം പറയുന്നത്. ഇനി അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ദൈവം ആദ്യം സൃഷ്ടിച്ചപ്പോൾ അവന് ശരീരവും ആത്മാവും മാത്രമാണ് ഉണ്ടായിരുന്നത്. മാമോദീസായിലൂടെയാണ് മൂന്നാമത്തെ എലമെന്റ് ആയ സ്പിരിറ്റ് അവന് കിട്ടുന്നത്. സ്പിരിറ്റ് സ്വന്തമായിട്ടുള്ള, ആത്മാവ് സ്വന്തമായിട്ടുള്ള ആളുകൾ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നത്. കാരണം നമ്മുടെ ആത്മാവ് വേണം പിന്നീട് നമ്മളെ രക്ഷിക്കാനായിട്ട് തിരിച്ചു വരാൻ. അങ്ങനെയെങ്കിൽ മനുഷ്യൻ ഇത്രയും പ്രധാനപ്പെട്ടവനാണെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഏറ്റവും അവസാനം സൃഷ്ടിച്ചത്? അതൊരു ചോദ്യമാണ്, നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം ഈ 6 ദിവസത്തെ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ ഇത്രയും പ്രധാനപ്പെട്ട, ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ കേട്ട കാര്യങ്ങളൊക്കെ കേട്ട് മനുഷ്യന് വേണ്ടി ഈശോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിൽ, മനുഷ്യൻ ഇത്രയും പ്രധാനപ്പെട്ടവനാണെന്ന് ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ, പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യനെ ദൈവം ഏറ്റവും അവസാനത്തെ ദിവസം സൃഷ്ടിച്ചത് എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് അഫ്രഹാത്ത് പറയുന്ന വളരെ മനോഹരമായ ഒരു അവതരണമുണ്ട്. അവൻ സൃഷ്ടിയിൽ ജനനത്തിൽ ഏറ്റവും അവസാനത്തവനായിരുന്നുവെങ്കിലും ഗർഭധാരണത്തിൽ ഏറ്റവും ആദ്യത്തവനായിരുന്നു. അത് നമ്മൾ സാധാരണ ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് 9 മാസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ പ്രസവത്തോടെയാണ് കുഞ്ഞ് പുറത്തു വരുന്നതെന്ന് നമുക്കറിയാം, അല്ലെ? ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നത് അമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴാണ്. പക്ഷെ അതിനും 9-10 മാസങ്ങൾക്ക് മുൻപേ ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി. അന്ന് മുതലേ നമ്മൾ ആ കുഞ്ഞ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നത് പോലെ ആ ഒരു അവതരണമാണ് മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് അഫ്രഹാത്ത് പറയുന്നത്. അതായത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ മനസ്സിൽ ആദ്യം ഉരുവായത് മനുഷ്യനാണ്. സോ ജനനത്തിൽ അവൻ അവസാനത്തവനാണെങ്കിലും ഗർഭധാരണത്തിൽ അവൻ ആദ്യത്തേവനാണ്. അതായത് ഏറ്റവും ആദ്യം ദൈവത്തിന്റെ മനസ്സിൽ ഉരുവായത് മനുഷ്യനാണ്. മനുഷ്യനെ ദൈവത്തിന്റെ മനസ്സിൽ ഉരുവായി കഴിഞ്ഞപ്പോൾ, നമ്മളൊരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായി കഴിയുമ്പോൾ
ആ കുഞ്ഞ് പുറത്തു വരാനുള്ള ആ 9 മാസക്കാലം കുഞ്ഞിന്റെ അപ്പനും അമ്മയും എന്തോരം കാര്യങ്ങളാണ് ആ കുഞ്ഞിന് വേണ്ടി ഒരുക്കുന്നത് എന്ന് നമുക്കറിയാം. അതിന് പുതിയ ഉടുപ്പ്, കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ മേടിച്ച് പേരുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് പോലെ ദൈവം തന്റെ മനസ്സിൽ താൻ ഗർഭധാരണം നടത്തിയ മനുഷ്യന് വേണ്ട കാര്യങ്ങളാണ് പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഒരുക്കിയത്. അതിനുശേഷമാണ് അവന് ജന്മം നൽകിയത് എന്ന് എഫ്രഹാത്ത് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിന്റെ മനസ്സിൽ ജന്മമെടുത്തത് ആദ്യമാണെങ്കിലും, പക്ഷെ നമ്മുടെ മനുഷ്യനായി അവൻ പിറന്നത് അവസാനത്തവനാണ്. പക്ഷെ അത് അവൻ പ്രാധാന്യം കുറഞ്ഞവനായിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവന് വേണ്ടി ഈ ലോകത്തെ ദൈവം ഒരുക്കുകയായിരുന്നു എന്നാണ് എഫ്രഹാത്ത് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി, ഈ എഫ്രഹാത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരോടാണ് പറഞ്ഞത് എന്നുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു എന്താ പറയുന്നത്, ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് കവനന്റ്, അതായത് ഉടമ്പടിയുടെ പുത്രിപുത്രന്മാരുടെ സമൂഹത്തിലെ അംഗമായിരുന്നു എന്നാണ് പിന്നീടുള്ള ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. ഈ ഉടമ്പടിയുടെ പുത്രിപുത്രന്മാരെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ചിന്തിച്ചാൽ പഴയ ഒരു ആശ്രമ ജീവിത ശൈലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഈ ആശ്രമ ജീവിത ശൈലിയുടെ പ്രത്യേകത എഫ്രഹാത്തിന്റെ വീക്ഷണത്തിൽ, നമ്മളിപ്പോ ആശ്രമ ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുരോഹിതന്മാർ, സന്യസ്തർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ കുടുംബജീവിതം നയിക്കുന്നവർ ഒരു രീതിയിൽ ജീവിക്കുന്നു, വൈദികരും സന്യസ്തരും കുറച്ചുകൂടെ ആത്മീയരായി ജീവിക്കണം, അല്ലെങ്കിൽ ആത്മീയ ജീവിത വഴിയിൽ നടക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണ്. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി, അതായത് ഈ കൂട്ടത്തിലുള്ള ആത്മായ സഹോദരരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയാണ് വൈദികരും സന്യസ്തരും ആത്മീയരായി കുറച്ചുകൂടെ ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരായി ജനങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ച് ജീവിക്കണമെന്നാണ്. പക്ഷെ എഫ്രഹാത്തിന്റെ വീക്ഷണത്തിൽ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, നമ്മളിപ്പോ കേട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് കവനന്റ്, അതായത് ഉടമ്പടിയുടെ പുത്രിപുത്രന്മാർക്ക് വേണ്ടിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ എന്താണ് ഉടമ്പടി? ഉടമ്പടിയുടെ പുത്രിപുത്രന്മാർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഉടമ്പടി വേണമല്ലോ. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ മാമോദീസയാണ് ഉടമ്പടി. അതായത് മാമോദീസ സ്വീകരിക്കുന്നവരെല്ലാം ഉടമ്പടിയുടെ പുത്രിപുത്രന്മാരാണ് എന്നാണ് എഫ്രഹാത്തിന്റെ പക്ഷം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാമോദീസ സ്വീകരിച്ചവരോട് അദ്ദേഹം പറയുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഞാൻ മാമോദീസ സ്വീകരിക്കുന്നതോടെ ഞാൻ ഉടമ്പടിയുടെ പുത്രനോ പുത്രിയോ ആയി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്കി ഈ ലോകത്തിൽ അങ്ങനെ പിന്നീട് ഒരു വൈദിക ദൈവവിളി എന്നോ സന്യസ്ത ദൈവവിളി എന്നുള്ള വ്യത്യാസമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മാമോദീസ സ്വീകരിച്ചവരല്ല, നമ്മൾ ഈ രാജകീയ പൗരോഹിത്യം എന്ന് പറയുന്നത് പോലെ അങ്ങനെ ജീവിക്കണം. അന്നത്തെ കാലത്തിന്റെ പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈശോയുടെ ഉടനെയുള്ള വരവിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയുടേതായ എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച്, വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച്, കന്യാത്ത ജീവിതത്തിൽ എല്ലാവരും തുടരണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കാലമാണ്. അപ്പൊ ഈ ഉടമ്പടിയുടെ പുത്രിപുത്രന്മാരും അങ്ങനെ കന്യാത്ത ജീവിതത്തിലാണ് അവർ തുടർന്നിരുന്നത്. അവരുടെ ഇടയിൽ 2 കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കൂട്ടം ആളുകൾ അവർ മാമോദീസ സ്വീകരിക്കുമ്പോൾ വിവാഹം ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അവർ പിന്നീടും വിവാഹം ചെയ്യാതെ തന്നെ തുടരുന്നു, കന്യാത്ത ജീവിതത്തിൽ തുടരുന്നു. രണ്ടാമത്തെ ആളുകള് വിവാഹത്തിന് ശേഷമാണ് മാമോദീസ സ്വീകരിക്കുന്നതെങ്കിൽ പിന്നീട് അവര് ഭാര്യാഭർത്തൃ ബന്ധം ഉപയോഗിച്ച്, എന്നാൽ ഒരു വീട്ടിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്, പക്ഷെ ഭാര്യാഭർത്തൃ ബന്ധം ഉപയോഗിച്ച്. പക്ഷെ ആ ഒരു സാഹചര്യവും നമ്മുടെ സാഹചര്യവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. അന്നത്തെ കാലത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഈശോ ഉടനെ വരുന്നുവെന്നും അതുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ ജീവിതത്തിന്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഈശോ വരുമ്പോൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കണമെന്നും ഒക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലമാണ്. അപ്പൊ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിൽ ചിന്തിക്കുക, എഫ്രഹാത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം, ഇതിനോടൊക്കെയുള്ള താല്പര്യം, വിശുദ്ധ കുംഭസാരത്തിന്റെ യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ആഗ്രഹം, ഇതൊക്കെ സഭയിൽ അംഗമാകുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ഇതിലൂടെയാണ് നമ്മൾ നമ്മുടെ സ്വർഗീയ അരൂപിയെ സന്തോഷിപ്പിക്കുന്നത്. സ്വർഗീയ അരൂപിയെ സന്തോഷിപ്പിക്കുന്നതിലൂടെയാണ് നമുക്ക് സ്വർഗരാജ്യ പ്രവേശനത്തിലുള്ള വാതിൽ തുറക്കുന്നത്. കാരണം ഈ സ്വർഗീയ അരൂപി വേണം ദൈവത്തിന്റെ പക്കൽ എത്താനും നമുക്ക് വേണ്ടി പിന്നീട് അന്തിമ വിധി നാളിൽ ദൈവത്തോട് നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആകാനും, അതായത് നമ്മുടെ കാര്യങ്ങൾ കർത്താവിനോട് പറയാനും. ഇനി ഇത്രയും ആണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അച്ഛാ, ഇത് അവസാനം പറഞ്ഞത് ഒന്നോടൊന്ന് പറയുക. എന്തുകൊണ്ട് മനുഷ്യനെ ഏറ്റവും അവസാനത്തെ ദിവസം സൃഷ്ടിച്ചെന്നുള്ളത് അതൊന്നോട് പറയുക അച്ഛാ. ജനനത്തിൽ അതായത്
അതാ ഇങ്ങനെയാണ്. അതിപ്പോ നമ്മളിപ്പം ചിന്തിക്കുമ്പം ദൈവം ആദ്യത്തെ ദിവസം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ബൈബിൾ അങ്ങനെയാണല്ലോ പറയുന്നത്. രണ്ടാമത്തെ അതെ. ദിവസം മരങ്ങള്, മൂന്നാമത്തെ ദിവസം മത്സ്യങ്ങള്, പറവകള്, മൃഗങ്ങള്, എന്നിട്ട് അവസാനം ദൈവം അവര് അതായത് ലെറ്റസ് ക്രിയേറ്റ്, നമുക്ക് സൃഷ്ടിക്കാം എന്ന് പറയുന്നതിനെ കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്ന പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകളുണ്ട്. അവർ 3 പേരും കൂടെ കൂടിയാലോചന നടത്തിയിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പം ഈ അവസാനത്തെ ദിവസമാണോ ദൈവം മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചത് എന്നതാണ് ചോദ്യം. അവസാനത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചതെങ്കിൽ മനുഷ്യന് വലിയ പ്രാധാന്യമില്ല. കാരണം മറ്റു ജീവജാലങ്ങൾക്കാണ് പ്രാധാന്യം. കാരണം അവരെ കുറിച്ചെല്ലാം ചിന്തിച്ച് അവരെല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്നാ പിന്നെ കുറച്ചുകൂടെ കൊള്ളാവുന്ന ഒരുത്തനെയോ കുറച്ചുകൂടെ കാണാൻ കൊള്ളാവുന്ന ഒരുത്തനെ സൃഷ്ടിച്ചേക്കാം. അങ്ങനെയല്ല. അതായത് അഫ്രഹാത്ത് പറയുന്ന അങ്ങനെയല്ല. ദൈവം സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ, അതായത് സൃഷ്ടി എന്ന കാര്യത്തെക്കുറിച്ച് ദൈവം ചിന്തിച്ചപ്പോൾ ഒന്നാമത് ദൈവം ചിന്തിച്ചത് മനുഷ്യനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അവൻ ഗർഭധാരണം എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ കരുതുന്നത് പോലെ ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുരുവാകുന്നത് പോലെയല്ല. ദൈവത്തിന്റെ മനസ്സിലാണ് ഗർഭധാരണം നടക്കുന്നത്. മനസ്സിലുണ്ടാകുന്നത് ചിന്തയാണ്. ദൈവത്തിന്റെ മനസ്സിലുണ്ടായ ഒന്നാമത്തെ ചിന്ത മനുഷ്യനെ കുറിച്ചാണ്. ആ ചിന്തയോടെ ദൈവം മനുഷ്യനെ മനസ്സിൽ ഉരുവാക്കി. മനസ്സിൽ മനുഷ്യൻ ഒരു കുഞ്ഞായി ജനിച്ചു. പക്ഷെ അവനെ പുറത്തേക്ക്, അതായത് ഒരു നമ്മളിപ്പം ഗർഭധാരണവും ജനനത്തിനും ഇടയിൽ ഈ ഒരു 9 മാസത്തെ ഇടവേള ഉണ്ടെന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ മനസ്സിൽ മനുഷ്യൻ ഉരുവായതും അവൻ ഈ ലോകത്തിൽ ജനിച്ചതും തമ്മിൽ ഈ 7 ദിവസത്തെ ഇടവേള എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഉൽപ്പത്തിയുടെ ഇതിനെ വാച്യാർത്ഥത്തിൽ എടുത്താൽ പറയാം. പിന്നെ എന്തിനാണ് ദൈവം മറ്റെല്ലാത്തിനെയും സൃഷ്ടിച്ചത്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ദൈവം മനസ്സിൽ മനുഷ്യനെ ഉരുവാക്കിയതിനു ശേഷം ഈ മനുഷ്യന് വേണ്ടി, അതായത് മനുഷ്യനെ ജനിച്ചു വീഴുമ്പം അവന് ഒരു കുറവും ഉണ്ടാകരുത്. അപ്പം അവന് വേണ്ടി ഇന്ന കാര്യങ്ങൾ, കുറച്ച് മരങ്ങൾ അവന് വേണ്ടി, കുറച്ച് മൃഗങ്ങൾ അവന് വേണ്ടി, കുറച്ച് മത്സ്യങ്ങൾ അവന് വേണ്ടി, അങ്ങനെ അതായത് ഈ ലോകം മുഴുവൻ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു എന്ന അവസ്ഥയിലാണ്. അത് ആദിമ സഭാപിതാക്കന്മാരുടെ ഒക്കെ അഭിപ്രായം അതാണ്. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയാണിത്. അതായത് ഇപ്പോഴാണല്ലോ നമുക്ക് മനുഷ്യൻ പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ മൃഗത്തെ കൊല്ലുന്നു, ഈ മൃഗത്തെ കൊല്ലുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ, അല്ലെങ്കിൽ മൃഗങ്ങൾ നമ്മളെ വന്ന് ആക്രമിക്കുന്നു, നമ്മുടെ വീടുകൾ തകർക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴാണ് നമുക്കുള്ളത്. പക്ഷെ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യ സൃഷ്ടി എന്ന് പറയുന്നത് ആദ്യ പാപത്തിന് മുമ്പാണല്ലോ. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, ശത്രുതയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നതിനെ പറ്റിയോ നശിപ്പിക്കുന്നതിനെ പറ്റിയോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഒറ്റ ഒരു കാര്യമുള്ളത്, മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവനെക്കുറിച്ചാണ് ദൈവം ഏറ്റവും ആദ്യം ചിന്തിച്ചത്. ദൈവം ആദ്യം ചിന്തിച്ചപ്പോൾ ഒരു ചിന്തയായി ദൈവത്തിന്റെ മനസ്സിൽ ആദ്യം ഉരുവായത് മനുഷ്യനാണ്. ഈ മനുഷ്യന് വേണ്ടി അവൻ എന്തൊക്കെ വേണം എന്ന് ദൈവം പ്ലാൻ ചെയ്തിട്ടാണ് ബാക്കി എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. എന്നിട്ട് ഈ ലോകം അവന് പിറക്കാൻ മാത്രം നല്ല മനോഹരമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എല്ലാം നന്നായിരിക്കുന്നു, കൊള്ളാം. 1-ാം ദിവസം കഴിഞ്ഞപ്പം അവൻ വരുമ്പം ഇത് നന്നായിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴും കർത്താവ് പറയുകയാണ് എല്ലാം നന്നായിരിക്കുന്നു. കാരണം അവന്റെ മനസ്സിൽ എങ്ങനെ ആയിരിക്കണമെന്നുണ്ട്. മനുഷ്യൻ വരുമ്പം ഇത് ബെറ്റർ ആയിട്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും മനുഷ്യന് വേണ്ടിയാണ് ബാക്കി എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്നാണ്. അപ്പൊ അദ്ദേഹം ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഇങ്ങനെയാണ്: മാൻ വാസ് ഫസ്റ്റ് ഇൻ കൺസെപ്ഷൻ ആൻഡ് ലാസ്റ്റ് ഇൻ ബർത്ത്. അതായത് ജനനത്തിൽ അവസാനത്തവനാണെങ്കിലും കൺസെപ്ഷൻ, നമ്മൾ കൺസീവ് എന്ന് പറയുമല്ലോ, അതായത് ഉദരത്തിൽ കുഞ്ഞ് ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സിൽ മനുഷ്യൻ ആദ്യം ജനിച്ചു എന്നാണ് പറയുന്നത്. മനുഷ്യന് വേണ്ടിയാണ് ബാക്കി എല്ലാത്തിനെയും ദൈവം പ്രിപ്പയർ ചെയ്തത് എന്നാണ് അഫ്രഹാത്തിന്റെ പക്ഷം. താങ്ക് യു. അതുപോലെ തന്നെ ആ ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്കൊരു സംശയം. സ്വർഗീയ രൂപിയുണ്ട്, സ്വർഗീയ 3 ജനനങ്ങള്, 1-ാം ജനനം, 2-ാം ജനനം, പിന്നെ സ്വർഗീയ അരൂപിയെ കുറിച്ച് മാംദിസം സ്വീകരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗീയ അരൂപി. അപ്പൊ ഈ മരണത്തിന് ശേഷം അച്ഛൻ ഇപ്പൊ പറഞ്ഞില്ല, അതെനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. മരണത്തിന് ശേഷം അപ്പൊ ശരീരവും ആത്മാവും കല്ലറയിലുണ്ട്. ഈ സ്വർഗീയ അരൂപിയാണോ മരണശേഷം കർത്താവിന്റെ സന്നിധിയിൽ പോയി നമുക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് അച്ഛാ? അപ്പൊ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ ചോദ്യം ആരെങ്കിലും ചോദിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. അതായത് 2024 ഇപ്പൊ 1992 എന്റെ ഓർമ്മ. കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഇപ്പം വേണമെങ്കിൽ ഇപ്പം ആന്റി വിചാരിച്ചാൽ ആന്റിയുടെ കയ്യിൽ ആ മതബോധന ഗ്രന്ഥം കിട്ടും. ഞാൻ വിചാരിച്ചാൽ എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് ഒരു സംശയം തോന്നുവാണ്, എങ്ങനെയാണ് മനുഷ്യന്റെ മരിച്ചതിന് ശേഷം എന്താണ് മനുഷ്യന് സംഭവിക്കുന്നതെന്ന് സംശയം തോന്നിയാൽ എനിക്ക് പോയി ആ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എടുത്ത് നോക്കാം. അപ്പം കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് അനുസരിച്ച് ഇപ്പോഴത്തെ നമ്മളുടെ പഠനം, സഭയുടെ ഔദ്യോഗിക പഠനം എന്ന് പറയുന്നത് തനത് വിധിയുമുണ്ട്, അന്ത്യവിധിയുമുണ്ട്. തനത് വിധിയുടെ അവസരത്തിൽ സംഭവിക്കുന്നത് മരണത്തോടെ ഒരു മനുഷ്യന്റെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നു. അവന്റെ ആത്മാവ്
സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിലേക്കും നരകത്തിലാണെങ്കിൽ നരകത്തിലേക്കും പോകുന്നു. ശരീരം ഭൂമിയിൽ അടക്കപ്പെടുന്നു. എന്നിട്ട് അന്ത്യവിധിയുടെ അവസരത്തിൽ ഈ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ പോയ ആത്മാവിനോട് ഈ ശരീരം ചേരുകയും ചേരുന്നു എന്നതാണ് നമ്മുടെ സഭയുടെ ഔദ്യോഗിക പഠനം. പക്ഷേ സഭയുടെ ഔദ്യോഗിക പഠനത്തിൽ നിന്നും വ്യത്യസ്തമാണ് അഫ്രഹാത്തിന് ഞാൻ ഈ പറഞ്ഞ ചിന്ത. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഭാപിതാക്കന്മാരുടെ ചില ചിന്തകൾ അത് രൂപപ്പെട്ട് വരുന്ന സമയമാണ്. അതായത് 3-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 3-ാം നൂറ്റാണ്ടിൽ സഭ ജസ്റ്റ് ഒന്ന് വളർന്നു തുടങ്ങുന്ന സമയമാണ്. അന്ന് ആളുകളുടെ മനസ്സിൽ എന്താണ് മരണശേഷം സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ച് കൃത്യതയില്ല. പക്ഷേ ഇവർ ജീവിച്ചിരുന്ന സാഹചര്യം എന്ന് പറയുന്ന ഒരു സെമിറ്റിക് സ്ഥലമാണ്. അതായത് ഈ നമ്മൾ ഇപ്പോഴത്തെ ഏഷ്യയുടെ ഒക്കെ സ്ഥലങ്ങളാണ്. അപ്പം ആ സ്ഥലങ്ങളുടെ പ്രത്യേകത, അവിടെയുള്ള പൊതുവെയുള്ള ആളുകളൊക്കെ വിചാരിച്ചിരുന്നത് ഈ ആത്മാവ് ഇവിടെ ശരീരത്തോടൊപ്പം ഉറങ്ങുവാണെന്നാണ് വിചാരിച്ചിരുന്നത്. അതൊരു കോമൺ ഐഡിയയാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ ആദിമ സഭ സുറിയാനി സഭാപിതാക്കന്മാരുടെ ഒരു പൊതുചിന്ത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരവും ആത്മാവും ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അവർക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് തിരിച്ച് ദൈവത്തിനടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഒറ്റയ്ക്ക് ഇപ്പൊ നമ്മൾ അങ്ങനെയാണ്, രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് വരുന്നു, ഒരാൾ മാത്രമായിട്ട് എങ്ങനെ പോകുന്നത്, മറ്റൊരാൾ വരാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്തേക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ. പക്ഷെ ശരീരം മരിക്കുന്നു, അതിന് പിന്നെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആത്മാവിന് മരിക്കാൻ പറ്റുകയില്ല. മരിക്കാൻ പറ്റാത്ത ആത്മാവിനെ പിന്നെ എന്നാ ചെയ്യും? അതിപ്പോ ഇതുവഴിയെല്ലാം ഓടി നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സൗര്യമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഇപ്പൊ നമ്മളിങ്ങനെ വിശ്വസിക്കുകയാണ്, ഒരാൾ മരിച്ചു പോകുന്ന ഒരാളുടെ ആത്മാവ് പിറ്റേ ദിവസം മുതൽ നമ്മുടെയൊക്കെ ഇതുവഴിയൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കുവാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥ. അപ്പൊ അവർക്ക് വേറൊരു ഉത്തരവ് അതിന് കൊടുക്കണം. അപ്പൊ അവർ കൊടുത്തൊരു ഉത്തരവ് ഇതാണ്. എഫ്രൈം പിതാവ് പറഞ്ഞു, അല്ലെങ്കിൽ ബുക്ക് ഓഫ് സ്റ്റെപ്സ്, അതായത് ശ്രേണികളുടെ പുസ്തകം എന്നൊരു പുസ്തകം, ഇവർ രണ്ടുപേരും പറഞ്ഞത് പർദീസായുടെ കവാടത്തിൽ അവിടെ ഒരു സ്ഥലത്ത് പോയി ആത്മാക്കളെല്ലാം വെയിറ്റ് ചെയ്യുവാണ്. എന്നാണോ ഈ ശരീരം ഉയർപ്പിക്കപ്പെടുന്നത് അന്ന് ഈ ആത്മാവിന്റെ കൂടെ അതങ്ങ് പോകും. പക്ഷെ അഫ്രഹാത്ത് വേറെ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്, ആത്മാവ് ശരീരത്തോടൊപ്പം ഉറങ്ങുന്നു. പക്ഷെ ഇത് ഇപ്പോഴുള്ള എസ്കറ്റോളജി അല്ലെങ്കിൽ യുഗാന്ത്യോന്മുഖ ദൈവശാസ്ത്രമല്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോഴുള്ള പഠനമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ ആന്റി അത് ചോദിച്ചത് വളരെ നന്നായി. ഈ കേൾക്കുന്ന ആളുകളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇത് അഫ്രഹാത്തിന്റെ 3-ാം നൂറ്റാണ്ടിലുള്ള ഒരു അഭിപ്രായമാണ്. അദ്ദേഹം അവര് അന്ന് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു വരുന്ന സമയമാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് മനുഷ്യന്റെ ആത്മാവ് മരണത്തോടുകൂടി തന്നെ സ്വർഗമോ നരകമോ പ്രാപിക്കുന്നു എന്നാണ്. അതിവിടെ ഭൂമിയിലൊന്നും ചുറ്റി നടക്കുന്നില്ല. പിന്നീട് ശരീരമാണ് ഗ്ലോറിഫൈഡ് ശരീരമായി മാറുന്നത്. പക്ഷെ അഫ്രഹാത്ത് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഈ ആത്മാവ് ശരീരത്തെ കുറിച്ചല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക അരൂപിയുടെ ഒരു ഭാഗം, അതിനെ നമ്മൾ എങ്ങനെ സന്തോഷിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ നിത്യജീവൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം മാമോദീസ സ്വീകരിച്ചവർ രക്ഷപ്പെടുന്നു എന്നൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാകാനുള്ള കാരണം ഈ സ്വർഗീയ അരൂപി, അതായത് മാമോദീസയിലൂടെ നമുക്കൊരു എന്നാ പറയുന്നത്, ഒരിക്കലും മായ്ക്കാത്ത ഒരു മുദ്ര കിട്ടുന്നു എന്നൊക്കെ നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പഠനം. ആ മായ്ക്കാത്ത മുദ്ര എന്നതിനെ കുറിച്ച് അഫ്രഹാത്ത് പറയുന്നത് ദൈവത്തിന്റെ ഒരു അംശം എന്നാണ്. അതായത് കർത്താവ് മാമോദീസ സ്വീകരിക്കുന്നതോടെ തന്റെ ഒരു അംശം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തരികയാണ്. അപ്പൊ ഈ കർത്താവിന്റെ അംശം ഇവിടെ ഇരുന്നുകൊണ്ട് നോക്കുവാണ് എങ്ങനെയാണ് ഇപ്പം ഞാൻ ഫാദർ അലക്സ് എങ്ങനെയാണ് ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും മറ്റുള്ളവർ കാണുന്നില്ല എന്നൊക്കെ നമ്മൾ കരുതുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് അത് ഓരോ നിമിഷവും നമുക്ക് എന്നാ ചെയ്യുന്നു എന്നൊക്കെ അറിയാം. അപ്പൊ ഈ ആത്മാവിനെ നമ്മൾ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നു, ആനന്ദിപ്പിക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാവും ഈ ആത്മാവ് പിന്നീട് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സ്പിരിച്വാലിറ്റിയാണ് ആത്മീയത. അപ്പൊ ഞാനത് പറയാനുള്ള കാരണം ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് വിശുദ്ധ കുർബാന. അതായത് ഈ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ നമുക്കുള്ളിലുള്ള കാരണം എന്താണ്? അത് കർത്താവിന്റെ ശരീരവും രക്തമാണ്. അത് ദൈവത്തിന്റെ ശരീരവും രക്തമാണ്. പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയുടെ ശരീരം, അതിന്റെ സാന്നിധ്യം ഈ ആത്മാവിന് വലിയ സന്തോഷത്തിന് കാരണമാകും. അതുകൊണ്ട് ഈ കൂദാശകളുടെ പ്രാധാന്യം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അത് വാച്യാർത്ഥത്തിൽ അതുപോലെ തന്നെ എടുക്കണമെന്നില്ല. അതായത് ഇങ്ങനെ തന്നെയാണെന്നല്ല, സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒത്തിരി പോസിറ്റീവ് എലമെന്റ്സ് ഉണ്ട്. അതായത് മാമോദീസയിലൂടെ കിട്ടിയ അരൂപിയെ ഞാൻ എങ്ങനെ സംരക്ഷിക്കുന്നു, ആ അരൂപിക്ക് സന്തോഷം ഉണ്ടാകാൻ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ കൂദാശകളുടെ സ്വീകരണമാണ്. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെയാണ് അഫ്രഹാത്ത് പറയുന്നതിൽ നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാ. അതുപോലെ ആ സ്ലീഹന്മാരുടെ പാദങ്ങൾ കഴുകണത് അത് ശരിക്കും അച്ഛൻ പറഞ്ഞത് കറക്റ്റായി. എന്നെ സംബന്ധിച്ചോളം ആ സ്ലീഹന്മാരുടെ പാദങ്ങൾ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പ്രവേശിക്കുന്ന അത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഒരു ഇതായിരുന്നു അച്ഛാ. ഇതേമാതിരി ഇപ്പൊ നമ്മള് വിശ്വസിച്ച കാര്യങ്ങൾക്ക് നേർമാറായിട്ടായിരുന്നു ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയല്ല ഇപ്പൊ പറയുമ്പോൾ അത് ശരിക്കും വ്യക്തമായിട്ട് വ്യക്തതയുണ്ട്. അച്ഛൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ട് അച്ഛാ. ആ സ്ലീഹന്മാരുടെ പാദങ്ങൾ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട്
കൊണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനെ അതെനിക്ക് മാമോദീസ എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. അതായത് മാമോദീസ. യഥാർത്ഥത്തിലുള്ള മാമോദീസ, അവരെ മാമോദീസ മുക്കിയിട്ട് ഈശോ അവർക്ക് കുർബാന കൊടുക്കുവാണ്. അങ്ങനെയാണ് അപ്രഹാത്ത് പറയുന്നത്. ശരി ശരി. ഓക്കെ, തൊട്ട് മുമ്പ്, അതായത് വിശുദ്ധ കുർബാന കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈശോ അവരെ മാമോദീസ മുക്കുന്നത്. കാരണം പാപമോചനം, മാമോദീസയിലൂടെ നമുക്ക് പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നു. ഈ പൊഴു പാപവും ഇല്ലാതെ വേണം അവർ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ, ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ. അത് ഈശോയ്ക്ക് വാശിയായിരുന്നു. അതിനുവേണ്ടിയാണ് ഈശോ അങ്ങനെ ചെയ്തതെന്നാണ് അവര് പറയുന്നത്, അഫ്രഹാത്ത് പറയുന്നത്. ഒരു വിഷയം കൂടെ അച്ഛാ, ഈ തനത് വിധിയും CCCയുടെ നമ്പർ ഓർക്കണ്ട അച്ഛാ? തനത് വിധിയും അന്ത്യവിധിയെ കുറിച്ചിട്ടുള്ള നമ്പർ ഓർക്കണ്ട അച്ഛാ? ഞാൻ നമ്പർ ഓർക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. നോ പ്രോബ്ലം. ഞാൻ വേറെ ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? വിശുദ്ധ കുർബാന സഭയിലാണ് വേണ്ടതെന്നായിരുന്നല്ലോ പിതാവ് പറഞ്ഞത്. അപ്പം പ്രൈവറ്റ് കുർബാനയൊന്നും അന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലായിരിക്കും അല്ലേ അച്ഛാ? അല്ല, സഭ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് കുർബാന, നമ്മുടെ പഠനം അങ്ങനെയാണല്ലോ ആന്റി. അതായത് നമ്മൾ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴല്ലേ അത് സഭയിലാണ് അർപ്പിക്കപ്പെടുന്നത്. ഇപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് അർപ്പിച്ചാലും അല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവൻ അർപ്പിച്ചാലും കുർബാന അർപ്പിക്കപ്പെടുന്നത് സഭയിലാണ്, സഭയോട് ചേർന്നാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് എത്ര പേര് അതിൽ പങ്കെടുക്കുന്നു എന്നതിനേക്കാൾ സഭയോട് ചേർന്നാണോ കുർബാന അർപ്പിക്കപ്പെടുന്നത്. അല്ലാതെ സഭയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് ഇപ്പം സഭയോട് വിഘടിച്ച് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന അല്ലാതായി മാറുന്നു എന്നാണ്. അല്ലെങ്കിൽ ആ വിശുദ്ധ കുർബാന അല്ലാതായി മാറാൻ പറ്റത്തില്ലോ, അതിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അതെ, അതായത് ഇപ്പം എന്താ പറയുക, സഭ എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്കറിയാലോ സഭ എന്താണ്. ആ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം, സഭയിലാവണം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. അത് ആളുകളുടെ എണ്ണം എന്നതിനേക്കാൾ. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ ഈ ചിന്തിക്കുന്നത് പോലെ ഒരു പ്രൈവറ്റ് മാസിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവർ സമൂഹത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ വളരെ ചുരുക്കമായി വൈദികർക്ക് മറ്റെന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടായി വരികയൊക്കെ ചെയ്യുമ്പോൾ വളരെ എന്നാ പറയുന്നത്, നോർമലായി സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു ചിന്തയെ ഉണ്ടാവേണ്ട കാര്യമില്ല, ഒറ്റയ്ക്ക് ഒരാൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. കാരണം അവർ ഒരുമിച്ച് ചേർന്നാണ്, സമൂഹമായിട്ടാണല്ലോ അവർ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു ചിന്തയെ അദ്ദേഹത്തിന് മനസ്സിൽ ഉണ്ടായി കാണണമെന്നില്ല. പക്ഷെ സഭയിലാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി എന്നതുപോലെ തന്നെ സഭ, അതായത് ഈശോയുടെ മൗതിക ശരീരമായ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എന്നുകൂടിയുണ്ട്. അത് ഈ ഒരു നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. അനീഷിച്ച, എന്നാ പിന്നെ അനീഷിച്ച നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് 24-ാം തീയതി, ഓഗസ്റ്റ് 24-ാം തീയതി ആയിരിക്കും. ഇനിയും ബഹുമാനപ്പെട്ട നമ്മള് പറയാതിരുന്നത്. ഓക്കെ, നന്മ തന്നെ പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതിയും.